അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, എന്റെ വാക്ക് കേൾക്കാതെ നിങ്ങൾ എന്താകരുത്, താഴെ ഇറങ്ങരുത്. ജയിച്ചാലും തോറ്റാലും എന്ത് നടന്നാലും താഴെ ഇറങ്ങരുത്. അങ്ങനെ ശത്രുക്കൾ പുറയിലൂടെ വന്നു. ഈ മല ഇന്ന് നീളം ഉണ്ടായിരുന്നു. ആ ആക്രമണം മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, തടയാൻ പറ്റിയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്ന വാർത്ത വരെ ആര് പ്രചരിപ്പിച്ചു? ശത്രുക്കൾ പ്രചരിപ്പിച്ചു. അങ്ങനെ സ്വഹാബത്ത് പിന്തിരിഞ്ഞോടി. പക്ഷെ അവസാനം മുത്തുനബി തങ്ങളും കുറഞ്ഞ സ്വഹാബത്തും ബദറിൽ ഉഹദിൽ നിന്നു, തിരിച്ചു പ്രതിരോധിച്ചു. ശത്രുക്കൾ പിന്തിരിഞ്ഞോടുകയും അവസാന വിജയം ആർക്കായിരുന്നു? മുസ്ലിമീങ്ങൾക്കായിരുന്നു. പലരും ഉഹദ് ചരിത്രത്തെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അറേബ്യയിലെ യുദ്ധ നിയമം അനുസരിച്ച് ആരാണോ യുദ്ധഭൂമിയിൽ ബാക്കിയാകുന്നത് അവരാണ് വിജയിക്കുന്നത്. അവസാനം മുത്തുനബി തങ്ങൾ അവരെ തിരക്കി വീണ്ടും പോയി. പക്ഷെ എന്ത് ചെയ്തില്ല, അവരെ കണ്ടില്ല. അവസാനം യുദ്ധഭൂമിയിൽ ബാക്കിയായത് മുസ്ലിമീങ്ങളാണ്. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത പ്രയാസം. തങ്ങൾ പറഞ്ഞു തന്നതുപോലെ 70 മുസ്ലിമീങ്ങൾ മരണപ്പെട്ടു, ഷഹീദായി. 66 മുഹാജിരീങ്ങൾ, 4 അൻസാരികളാണ്. അതാണ് ഹംസ